ലോകത്തെ മുഴുവൻ സ്വന്തം താവളമാക്കി മാറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളുടെ പരമാധികാരത്തെ ചവിട്ടി മെതിക്കാമെന്ന് മോഹിച്ച അമേരിക്കൻ സാമ്രാജ്യത്തിന്റെയും ഇസ്രയേലിന്റെയും അഹങ്കാരത്തിന് മേൽ വീണ കനത്ത പ്രഹരമാണ് ഇന്ന് പശ്ചിമേഷ്യയിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കുന്ന ആക്രമണമാണ് ഇറാൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസിന് നേർക്കും ഇറാൻ സേന തങ്ങളുടെ മിസൈൽ ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇനി എന്തിന് തയ്യാർ എന്ന രീതിയിലേക്ക് ഈ ഇറാൻ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇസ്രയേൽ സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ പ്രധാനമന്ത്രിയുടെ അവസാനം തങ്ങളുടെ കൈകൊണ്ടാകുമെന്നാണ് ഇറാൻ സേന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഒരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു കരുത്തുറ്റ വാക്കുമായിട്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ്. കാരണം അത്രത്തോളം അമേരിക്ക അവർക്കെതിരെ വലിയൊരു പ്രഹരം ഏൽപ്പിച്ചിരുന്നു. അതിന് തിരിച്ചടി കൊടുക്കും. മാത്രമല്ല അവരുടെ പരമോന്നത നേതാവിനെ കൊന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ തിരിച്ച് ഈ പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റിനെ കൊല്ലും എന്ന് തന്നെയാണ് ഇറാൻ സേന പറഞ്ഞിരിക്കുന്നത്. ഇറാൻ സേനയായ IRGCയുടെ പബ്ലിക് റിലേഷൻസ് പ്രഖ്യാപിച്ച 10ാം തരംഗത്തിൽ ഖൈബർ മിസൈലുകൾ ഉപയോഗിച്ച് തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണമാണ് നെതന്യാഹുവിന്റെ ഓഫീസിന് നേരെ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇറാന് അമേരിക്ക മാത്രമല്ല അല്ലെങ്കിൽ അമേരിക്കയിലെ സാധാരണ ജനങ്ങളെയല്ല ഉന്നം വെച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപിനെ തന്നെയാണ്. എങ്ങനെയെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ തീർക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇറാന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇറാൻ ഉണ്ടാകുന്നത്. ഇതോടൊപ്പം തന്നെ ഇസ്രയേൽ വ്യോമസേനയുടെ കമാൻഡറുടെ ആസ്ഥാനവും ഇറാൻ ആക്രമിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാന്റെ ആത്മാഭിമാനത്തിന് നേരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആ ഒരു ചതിപ്രയോഗം ഒരു ജനതയുടെ പോരാട്ട വീര്യത്തെ തളർത്താനല്ല, മറിച്ച് വൻ ശക്തികളുടെ അന്ത്യം കുറിക്കാനുള്ള അഗ്നി പടർത്താനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ രക്തസാക്ഷിത്വം അധിനിവേശ ശക്തികളെ വേരോടെ പിഴുതെറിയാനുള്ള ഇറാന്റെ ധീരമായുള്ള പോരാട്ടത്തിന്റെ തുടക്കമായാണ് മാറിയിരിക്കുന്നത്. ഞങ്ങൾ മുട്ടുമടക്കില്ല, ഞങ്ങൾ തിരിച്ചടിക്കും. ലോക പോലീസുകാർ ചമഞ്ഞ് നടക്കുന്ന അമേരിക്കയുടെ മുഖത്തേറ്റ പ്രഹരമായിരുന്നു ഇറാന്റെ ആ ഒരു അതിവേഗ പ്രത്യാക്രമണം. സ്വന്തം മണ്ണിൽ വിദേശാധിപത്യം അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടുമായിട്ട് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിടുമ്പോൾ അത് കേവലം ഒരു സൈനിക നടപടിയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയെ ചോരക്കളമാക്കിയ അമേരിക്കൻ തന്ത്രങ്ങൾക്കുള്ള അന്ത്യകൂദാശയാണ്. സുരക്ഷിത താവളങ്ങളിൽ ഇരുന്ന് യുദ്ധം പ്ലാൻ ചെയ്യുന്നവർക്ക് ഇറാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഓരോ മിസൈലും ഒരു കഠിനമായ മുന്നറിയിപ്പാണ്. വൻ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാത്ത ഇറാന്റെ ഈ ഒരു അസാമാന്യ ധീരത ലോകത്തെ അടിച്ചമർത്തപ്പെട്ട ഓരോ ജനതയ്ക്കും നൽകുന്ന ആവേശം ചെറുതല്ല. പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ ഇനി അധിനിവേശത്തിന്റെ കരുനിഴൽ വീഴില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാന്റെ ഈ ഒരു പ്രതികരണം. ഇസ്രയേലിനെയും ഗൾഫ് മേഖലയിലുടനീളം അമേരിക്കൻ സേനയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്ന സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട തിരിച്ചടി വെറും ഒരു പ്രതികാരമല്ല, നമ്മൾ അടിച്ചമർത്തപ്പെടുന്ന രാഷ്ട്രമല്ല എന്ന രാഷ്ട്രീയ സന്ദേശമാണ്. വർഷങ്ങളായി സാമ്പത്തിക ഉപരോധങ്ങൾ, നയതന്ത്ര സമ്മർദ്ദങ്ങൾ, സൈനിക ഭീഷണികൾ എന്നിവ നേരിട്ടിട്ടും സ്വന്തം പ്രതിരോധ ശേഷി സ്വയം നിർമ്മിച്ചെടുത്ത രാജ്യമായിട്ട് ഇറാൻ വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ശക്തരായ സൈനിക സഖ്യങ്ങളെ നേരിടുമ്പോഴും പിന്മാറാതെ നിലകൊണ്ട ഈ സമീപനം ചെറിയ രാജ്യങ്ങൾക്ക് പോലും സ്വയം രക്ഷ സാധ്യമാണെന്ന ആത്മവിശ്വാസത്തിന്റെ ഉദാഹരണമായി പലരും കാണുന്നുണ്ട്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല എംബസികളും വ്യാപകമായാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആർക്കും തകർക്കാൻ കഴിയില്ല എന്ന് അമേരിക്ക അവകാശപ്പെട്ട ആധുനിക വിമാനങ്ങളെ അല്ലെങ്കിൽ യുദ്ധവിമാനങ്ങളെ ഇറാൻ വെടിവെച്ചിട്ടത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ഷോക്കാണ്. നിരവധി യുദ്ധവിമാനങ്ങൾ തകർന്നു വീണതായിട്ട് കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ്. USS എബ്രഹാം ലിങ്കൻ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലിന് നേരെയുണ്ടായ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് തൊട്ട് പിന്നാലെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങളും തകർക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ഏറ്റവും വലിയ പ്രഹരമാണ് അമേരിക്കയ്ക്ക് ഏറ്റിരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സകല അമേരിക്കൻ താവളങ്ങളും തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ സേന ഇസ്രയേലിനെതിരായിട്ടുള്ള ആക്രമണവും കടുപ്പിച്ചിട്ടുണ്ട്. ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണത്തിന്റെ ഇരട്ടിയിലധികം പ്രഹരം ഇറാന് നൽകുമ്പോൾ ഇറാൻ സൈന്യത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ കണക്കുകൂട്ടൽ കൂടിയാണ് തെറ്റുന്നത്. ഈ സംഘർഷത്തിന്റെ യഥാർത്ഥ കേന്ദ്ര ബിന്ദുവായി ഇപ്പോൾ മാറിയിരിക്കുന്നത് ഇറാന്റെ മിസൈൽ ശക്തിയാണ്.
പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ വലിയ ശൃംഖലയില്ലാത്ത സാഹചര്യത്തിൽ പോലും തങ്ങളുടെ പരിമിതികളെ തന്നെ തന്ത്രപരമായുള്ള ശക്തിയായി മാറ്റിയതാണ് ഇറാന്റെ സൈനിക ചിന്താഗതിയുടെ പ്രത്യേകത. ബാലിസ്റ്റിക് മിസൈലുകൾ, ക്രൂസ് മിസൈലുകൾ, ദീർഘദൂര ഡ്രോണുകൾ എന്നിവ ചേർന്ന ഒരു ബഹുസ്തര പ്രതിരോധ ശൃംഖലയാണ് ഇറാൻ വർഷങ്ങളായി വികസിപ്പിച്ചത്. ഇതാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. 2000 കിലോമീറ്ററിലധികം ദൂരത്തിൽ ലക്ഷ്യങ്ങളെ എത്തിച്ചേരാൻ കഴിയുന്ന ശേഷി. സാങ്കേതിക മേൽക്കൈമയുള്ള രാജ്യങ്ങൾക്ക് പോലും സുരക്ഷാ കണക്കുകൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ യുദ്ധതന്ത്രത്തിലെ ആദ്യഘട്ട ആയുധങ്ങളായി കണക്കാക്കപ്പെടുന്നു. ഫാത്തേ, സോൾഫാഗർ, കിയാം-1 പോലുള്ള സംവിധാനങ്ങൾ വളരെ കുറഞ്ഞ മുന്നറിയിപ്പ് സമയത്തിനുള്ളിൽ തുടർച്ചയായി വിക്ഷേപിക്കാൻ കഴിയുന്നത് കൊണ്ട് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. ഇത് വെറുമൊരു ആക്രമണശേഷിയല്ല, കൃത്യമായ ആസൂത്രണവും സ്വയം വികസിപ്പിച്ച സാങ്കേതിക വിദ്യയിലുമുള്ള ആത്മവിശ്വാസവും ചേർന്ന പ്രതിരോധ മാതൃകയാണ്. സാങ്കേതികമായ അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള രാജ്യങ്ങളെ പോലും ചെലവേറിയ പ്രതിരോധത്തിലേക്ക് തള്ളിവിടുന്ന അസമമായിട്ടുള്ള യുദ്ധരീതിയുടെ ഉദാഹരണമാണിത്. ഇടത്തരം ദൂരപരിധിയിലുള്ള ഷഹാബ് 3, ഇമാദ്, ഖൊറോം ഷഹർ, സെജിൽ തുടങ്ങിയ മിസൈലുകൾ ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള സ്വാധീനം വ്യാപിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഖര ഇന്ധന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന സെജിൽ മിസൈൽ വേഗത്തിൽ വിക്ഷേപിക്കാൻ കഴിയുന്നതിനാൽ ആക്രമണവും പ്രതിരോധവും ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നൽകുന്നു. വലിയ സൈനിക ശക്തികളെ പോലെ നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ജാഗ്രത പാലിക്കാൻ നിർബന്ധിതരാകുന്ന ആയുധങ്ങളാണ് ഇവയെ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഈ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച പുരോഗതി ഈയൊരു യുദ്ധത്തിന്റെ ഗണിതം തന്നെ മാറ്റിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതാണ് അവരുടെ മറ്റൊരു വീര്യം എന്ന് പറയുന്നത്. കുറഞ്ഞ ചെലവിൽ വലിയ തോതിൽ നിർമ്മിക്കാവുന്ന ഷാഹിദ് ശ്രേണി ഡ്രോണുകൾ ശക്തമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ പോലും ക്ഷീണിപ്പിക്കുന്ന സാച്ചുറേഷൻ ആക്രമണ രീതിക്ക് വഴിയൊരുക്കുന്നു. വില കുറഞ്ഞെങ്കിലും തന്ത്രപരമായിട്ടുള്ള വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന ഈ സംവിധാനങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വലിയ രാജ്യങ്ങളോട് പോലും അല്ലെങ്കിൽ സമനിലയിൽ നിലകൊള്ളാൻ കഴിയുന്ന പുതിയ യുദ്ധ മാതൃകയായിട്ടും മാറിയിരിക്കുകയാണ്. ഇറാന്റെ പ്രതിരോധത്തിന്റെ മറ്റൊരു പ്രധാന അടിസ്ഥാനം ഭൂഗർഭ മിസൈൽ അല്ലെങ്കിൽ നഗരങ്ങൾ ആണ്. പാറക്കെട്ടുകൾക്കിടയിൽ ആഴത്തിൽ നിർമ്മിച്ച സംഭരണ കേന്ദ്രങ്ങളും രഹസ്യ വിക്ഷേപണ താവളങ്ങളും ആദ്യ ആക്രമണങ്ങളെ അതിജീവിക്കാൻ രൂപകൽപ്പന ചെയ്തവയുമാണ്. ഈ ഒരു ആക്രമണം കൊണ്ട് തന്നെ സൈനിക ശേഷി തകർന്നു പോകില്ല എന്ന് ഉറപ്പു നൽകുന്ന ഈ സംവിധാനം ദീർഘകാല പ്രതിരോധത്തിനുള്ള ഇറാന്റെ തയ്യാറെടുപ്പിനെയും ദൂരദർശനത്വത്തെയും വ്യക്തമാക്കുന്നുണ്ട്. കടൽ മേഖലയിലും ഇറാൻ തന്ത്രപരമായിട്ടുള്ള ശക്തി പ്രകടിപ്പിക്കുന്നു. ലോകത്തിന്റെ ഊർജ വ്യാപാരത്തിന്റെ ജീവരേഖയായ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കാനുള്ള കഴിവ് ഇറാനെ ആഗോള സാമ്പത്തിക ചർച്ചകളുടെ കേന്ദ്രത്തിലേക്ക് ഉയർത്തുന്നു. കപ്പൽ വിരുദ്ധ മിസൈലുകൾ, നാവിക മൈനുകൾ, അതിവേഗ ആക്രമണ ബോട്ടുകൾ എന്നിവ ചേർന്ന് അസമമായിട്ടുള്ള നാവിക തന്ത്രം വലിയ നാവിക സേനകൾക്ക് പോലും വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തി വെറും ആയുധങ്ങളുടെ എണ്ണത്തിൽ മാത്രമല്ല, തന്ത്രപരമായിട്ടുള്ള സ്ഥാനബലത്തിലും ആസൂത്രണത്തിലുമാണ് എന്നതിന്റെ തെളിവാണിത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇറാൻ സ്വീകരിച്ച സമീപനം വെറും ഒരു പ്രതികാരമല്ല, അത് ധൈര്യത്തിന്റെ, സ്വയം പര്യാപ്തതയുടെ, ദേശീയ അഭിമാനത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. വർഷങ്ങളായുള്ള ഉപരോധങ്ങളും സമ്മർദ്ദങ്ങളും മറികടന്ന് സ്വന്തം സാങ്കേതിക വിദ്യയും പ്രതിരോധ സംവിധാനങ്ങളും വികസിപ്പിച്ചെടുത്ത രാജ്യം ലോകത്തിലെ വൻശക്തികളോട് പോലും ഭയപ്പെടാതെ നിലകൊള്ളുന്ന സന്ദേശമാണ് നിലവിൽ നൽകുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷം ഒരു യുദ്ധം മാത്രമല്ല, ശക്തി എന്ന ആശയം തന്നെ പുനർനിർവചിക്കപ്പെടുന്ന ചരിത്രഘട്ടമാണെന്നും ആ മാറ്റത്തിന്റെ കേന്ദ്രത്തിൽ ഇറാൻ ഉറച്ച നിലയിൽ നിൽക്കുകയാണെന്നും പല നിരീക്ഷകരും വിലയിരുത്തുന്നു. അതുകൊണ്ടാണ് സമാധാനം എന്ന ആവശ്യത്തെ പോലും തള്ളി ഒറ്റയ്ക്ക് നിന്ന് ഇറാൻ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇറാൻ ജനത ഒറ്റക്കെട്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി അവിടുത്തെ ആഭ്യന്തര കലാപം ഉണ്ടാക്കി അട്ടിമറി നടത്താനും അമേരിക്കയ്ക്ക് കഴിയുകയില്ല. കരസേനയെ അയച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ അവിടെ അമേരിക്കൻ സൈന്യത്തെ കാത്തിരിക്കുന്നത് വിയറ്റ്നാമിന്റെ അനുഭവമായിരിക്കും. കൂറ്റൻ പർവ്വതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ഇറാൻ ശത്രുക്കളെ സംബന്ധിച്ച് ഒരു കെണിയായി മാറുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മിസൈൽ കരുത്തിൽ മാത്രമല്ല, കരസേനയുടെ കരുത്തിലും പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാൻ എന്നതിനാൽ അവിടെ അതിക്രമിച്ച് കയറുന്നവർക്ക് പിടിച്ചു നിൽക്കുക എന്നത് എന്തായാലും സാധ്യമായിട്ടുള്ള കാര്യമല്ല. ഇറാൻ മുന്നോട്ട് തന്നെ നീങ്ങുകയാണ് അതീവ കരുത്തോടെ. എന്തായാലും യുദ്ധം എങ്ങനെ അവസാനിക്കും, എപ്പോൾ അവസാനിക്കും, ആരായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുക അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലേക്ക് കൈകൂപ്പുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യുദ്ധം കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാകൂ.